ഹലോ ഫ്ലൈവിലേഴ്സ്, നമ്മളിപ്പോൾ ഉള്ളത് സൗത്ത് കൊറിയൻ്റെ തലസ്ഥാനമായിട്ടുള്ള സിയോളിലാണ്. ഇവിടെ വന്നിരിക്കുന്ന ഹ്യുണ്ടായി അയോണിക് 5 ഓടിക്കുന്നത്. വെറും ഒരു അയോണിക് 5 അല്ലത്, അയോണിക് 5N ആണ്. സാധാരണ നമ്മൾ ബാക്കിയുള്ള കമ്പനീസിനെല്ലാം പെർഫോമൻസ് ഡിവിഷൻ ഉള്ള പോലെ ഹ്യുണ്ടായുടെ പെർഫോമൻസ് ഡിവിഷനാണ് എൻ ലൈൻ നമുക്ക് ഇന്ത്യയിലുണ്ട്. പക്ഷേ ഇത് എൻ ലൈൻ അല്ല, റിയൽ എൻ ആണ്. എന്നിൻ്റെ സ്പോർട്ട് കാറാണിത്. 650 HP പവറും 0 to 100 3.5 സെക്കൻഡിലും എത്തുന്ന പെർഫോമൻസ് ഉള്ള ആർഗ്യുബിളി ബെസ്റ്റ് ഇലക്ട്രിക് കാർ ടു എൻജോയ് ഡ്രൈവിംഗ് എന്ന് പറയുന്ന കാറിലൊന്നാണിത് അയോണിക് 5N. ഇത് അങ്ങനെയാണോ നമുക്കെല്ലാം ടെസ്റ്റ് ചെയ്യാം. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പാണ്, 5 ഡിഗ്രി, അതിനേറെ കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുള്ള കാര്യങ്ങൾ കുറയ്ക്കാം. എന്തായാലും അയോണിക് 5Nൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ നോക്കാം. ഓൾ മൈ ഫ്ലൈവേഴ്സ്, വെൽക്കം ടു ഫ്ലൈവീൽ. ഹ്യുണ്ടായുടെ എൻ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് നാംയാങ് എന്നാണ്. നാംയാങ് എന്ന് പറഞ്ഞാൽ ഹ്യുണ്ടായുടെ R&D സെൻറ്റർ നിൽക്കുന്ന സ്ഥലമാണ്. അതൊരു ഡിസ്ട്രിക്റ്റ് തന്നെയാണ്. ഞാൻ പലതവണ അവിടെ പോയിട്ട് കഴിഞ്ഞ നമ്മൾ EV9 ഒരു ഡ്രൈവിന് വന്നപ്പോൾ അവിടെ പോയിരുന്നു. പക്ഷേ അവിടെ നമുക്ക് കവർ ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല. കാരണം R&D സെൻറ്ററാണ്, ഡിസൈൻ സ്റ്റുഡിയോ ഉണ്ട്, ഫ്യൂച്ചർ വരുന്ന വണ്ടികളെല്ലാം കാണാം. എന്നാൽ അവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് അവരുടെ സ്പോർട്ട് ഡിവിഷനും സ്പോർട്ട് വണ്ടികൾ ഡെവലപ്പ് ചെയ്യാറുള്ളതും അവിടെ തന്നെ. അതുകൊണ്ടാണ് നാംയാങ് എന്നുള്ള പേരിനും എൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഹ്യുണ്ടായുടെ എന്നിന് തന്നെ വലിയ ഒരു ഡിഫറൻഷിയേഷൻസ് ഉണ്ട്. ഒന്ന് ടോപ്പിൽ നിൽക്കുന്ന എൻ സ്പോർട്സ് കാർസാണ്. WRCയിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വേൾഡ് റാലി കാർ ചാമ്പ്യൻഷിപ്പിൽ വന്നിരിക്കുന്ന ചാമ്പ്യൻ ആയിട്ടുള്ള വണ്ടികളെല്ലാം എന്നിൽ ആദ്യം വന്നിരുന്നത്. അത് i30 എന്നിലായിരുന്നു ആദ്യം വന്നിരുന്നത്. പിന്നീട് അതിൻ്റെ താഴേക്ക് വന്നിരുന്ന ഒരു ഡിവിഷൻ തന്നെ കസ്റ്റമർ റേസിങ്ങിനുള്ള വണ്ടികളാണ്. പിന്നെ അതും വരെയുള്ള R&D എല്ലാം ടെസ്റ്റ് ചെയ്യും. പിന്നെ വന്നിരിക്കുന്ന ഡിവിഷൻസിലാണ് എൻ വണ്ടികളും അതുപോലെ തന്നെ എൻ ലൈനും വരുന്നത്. എൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള i20യും വെന്യൂലുള്ള എൻ ലൈനാണ്. അത് വെറും ഒരു ബോഡി സ്റ്റൈലിങ്സിലാണ് വരുന്നത്. ചെറിയൊരു എക്സോസ്റ്റ് എൻഹാൻസ്മെൻറ്റ് ഉണ്ട്. പവർ എൻഹാൻസ്മെൻറ്റ് അതിലില്ല. പവർ എൻഹാൻസ്മെൻറ്റ് ചെയ്യുന്ന മോഡലിൽ ഒന്നാണ് ഈ അയോണിക് 5N. ഇതിൻ്റെ പുറമെ i30N, Elantra എന്നിങ്ങനെ മോഡലുകൾ വന്നിട്ടുണ്ട്. എന്തായാലും ആദ്യമായിട്ട് വന്നിരിക്കുന്ന എൻ ഇലക്ട്രിക് കാറാണ് അയോണിക് 5N. അതുമാത്രമല്ല ഇവർ സ്പോർട്ടി ക്യാരക്ടർ എന്നുള്ള ഒരു പല സംഗതി മാറ്റിയിട്ടുണ്ട്. നല്ല കാറ്റുള്ളതുകൊണ്ട് ഞാൻ ഹുഡ് ഒന്ന് ഇടട്ടെ, തണുപ്പടിക്കുന്നുണ്ട്. എനിവേ ഈ ഒരു എൻഹാൻസ്മെൻറ്റിൽ വന്നിരിക്കുന്നത് ഒന്ന് ബാറ്ററി പാക്ക് വലുതാക്കി, അങ്ങനെ 650 HP ആക്കി, 0 to 100 ഞാൻ പറഞ്ഞ 3.4 സെക്കൻഡ് ആക്കി. അതിനനുസരിച്ച് വെയിറ്റ് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ സസ്പെൻഷൻസ് മാറ്റി കുറേ കൂടി ഡൈനാമിക് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പുറമെ രണ്ട് കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്തു. ഒന്ന്, ഒരു ഗിയറിൻ്റെ എഫക്റ്റ് കിട്ടുന്നില്ല ഡ്രൈവിങ്ങിൽ. ഈ ഡ്രൈവ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഗിയർ മോഡ് എന്ന് പറഞ്ഞുള്ള സാധനം നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ഉള്ള പോലെ 8 സ്പീഡിലുള്ള ആ ഒരു സംഗതി ആഡ് ചെയ്തു. അതേപോലെ തന്നെ സൗണ്ട് ഒരു റേസ് കാറിനെ പോലത്തെ സൗണ്ട് ഉണ്ട്, പിന്നെ സൂപ്പർ സോണിക് സൗണ്ട് ഉണ്ട്, സയൻസ് ഫിക്ഷൻ സൗണ്ട്. പക്ഷേ ഈ റേസ് കാറിനെ പോലെ സൗണ്ടും അതുപോലെ തന്നെ ഗിയറും വന്നതാണ് ഏറ്റവും വലിയ ഒരു ചേഞ്ചും ഒരു ഷിഫ്റ്റല്ലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഹ്യുണ്ടായി അവരുടെ റബ്ലിക് കാർസ് എക്സ്പീരിയൻസ് വെച്ച് ഏറ്റവും ബെസ്റ്റ് ഡ്രൈവേഴ്സ് കാറായിട്ടാണ് ഈ ഒരു ഇലക്ട്രിക് കാറിൽ ഡ്രൈവേഴ്സ് കാറായിട്ടുള്ള ഒരു വണ്ടിയായിട്ടാണ് അയോണിക് 5N വിളിക്കുന്നത്. നെർബറിങ് 2 തവണ കവർ ചെയ്യാവുന്ന റേഞ്ചും കിട്ടുന്നതാണ് ക്ലെയിം ചെയ്തിട്ടുള്ളത്. സോ ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അതിൻ്റെ മുമ്പ് നമുക്ക് ഡിസൈനിൽ വന്നിരിക്കുന്ന ചെറിയ മാറ്റങ്ങൾ നോക്കാം. ഇതിൽ അയോണിക് Nൻ്റെ ഡിസൈൻ തന്നെ ഫോളോ എങ്കിലും കുറച്ച് N മോഡൽസിന് വന്നിരിക്കുന്ന ചേഞ്ചസ് ഉണ്ട്. അതിലൊന്ന് ഈ റെഡ് എലമെൻറ്റ് കൊണ്ടുവന്നു, ബ്ലാക്ക് ചെയ്ത ലോഗോ ഉണ്ട്. ഇവിടെ ഒരു വന്നിരിക്കുന്ന പാനൽ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം റഡാസ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെയും അതായത് 2 സൈഡിലും സെൻറ്ററിലും റിയറിലും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്കേർട്ടിങ് റെഡ് പാനലിങ് വന്നതെല്ലാം തന്നെ എന്നിൻ്റെ ഡിവിഷൻ വന്നിരിക്കുന്നത് എന്നിൻ്റെ ലോഗോ കാണാം. അതുപോലെ തന്നെയാണ് സ്കേർട്ടിങ് വന്നിട്ടുണ്ട്. ഈ ഒരു എയർ ഫ്ലോ വന്നിട്ടുണ്ട്. ഇതെല്ലാം എഫക്റ്റീവ് എയർ ഫ്ലോ എന്നാണ്. ഡൈനാമിക്സും കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാലൻസിങ്ങിനെല്ലാം ഗുണം ചെയ്യുന്നുണ്ട്. വീൽ ഇത് 21 ഇഞ്ചിൻ്റെ സ്പോർട്ട് വീലാണ്. അതും തന്നെ ലൈറ്റ് വീലാക്കിയിട്ടുണ്ട്. എൻ ലോഗോ റെഡ് കാലിപ്പർ കാണാം. ഇവിടെ റെഡ് സ്കേർട്ടിങ്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു അതുപോലെ തന്നെ ആ ഒരു സ്പോർട്ടി എലമെൻ്റ് ഉണ്ട്. നമുക്ക് റിയറിലേക്ക് വന്നാലും കാണാവുന്ന ചേഞ്ച് വന്നത് ബമ്പറിൻ്റെ മേലെ ആ താഴെ ഡിഫ്യൂസേഴ്സിൽ കൊടുത്തതിന് മാറ്റം, റെഡ് സ്കേർട്ടിങ്, ആ സ്പോർട്ടി ക്യാരക്ടർ. അതുപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന റിഫ്ലക്റ്റേഴ്സ് അയോണിക് 5 ഉണ്ടായിരുന്ന റിഫ്ലക്റ്റേഴ്സ് പോലെയല്ല, ഒരു ഡോട്ടഡ് ആയിട്ടുള്ള ഒരു ഫീൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൊടുത്തിരിക്കുന്ന സ്പോർട്ടി ക്യാരക്ടർ കിട്ടുന്ന രീതിയിൽ. ഇതിൻ്റെ പുറമെ ഇതൊരു പ്രാക്ടിക്കൽ കാറായിട്ടും കൂടിയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളെല്ലാം ഡീസൻ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇൻറ്റീരിയറിലും കുറച്ച് എൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതും നോക്കാം, ഡ്രൈവ് എക്സ്പീരിയൻസ് നോക്കാം. പുറത്ത് ഞാൻ നിൽക്കില്ല. കാണുമ്പോൾ വലിയ തണുപ്പൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പ് കാറ്റടിച്ചിട്ട് കയ്യിൽ മരവിച്ചിരിക്കുകയാണ്. എന്നാലും ഉള്ളിൽ നിന്ന് ബാക്കി എക്സ്പീരിയൻസ് നോക്കാം. സോ ഗൈസ്, വി സ്റ്റാർട്ടഡ് ഡ്രൈവിംഗ് ദ അയോണിക് 5N. ഓക്കെ, നമുക്ക് ആദ്യം വണ്ടി ഒന്ന് കേൾക്കാം. ശ്രദ്ധിച്ച് കേൾക്കണേ.
ബാക്ക് ഫയർ കേട്ടോ. ഇതൊരു ഇലക്ട്രിക് കാറാണ്, അതിനാണ് ഈ ബാക്ക് ഫയർ എന്നുള്ളത് ഓർക്കണം. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ മോഡാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇതിൽ 3 സൗണ്ട് വെക്കാൻ പറ്റും. ഒന്നാണ് ഇതാണ് ശരിക്കുള്ള സ്പോർട്സ് കാർ സൗണ്ട്. ഇത് ശരിക്കും എക്സൈറ്റിംഗ് തന്നെയാണ്. ഇതാണ് ശരിക്കും കാറുകളിൽ വേണ്ടത്. ഇത് ശരിക്കും ഒന്നും കൂടെ റിഫൈൻ ചെയ്ത് ഒന്ന് ഡെവലപ്പ് ചെയ്ത് വന്നാൽ പിന്നെ സൗണ്ട് ഇല്ല എന്നുള്ള കംപ്ലൈൻറ്റ് നമ്മളെ പോലത്തെ ഭ്രാന്തന്മാർക്ക് ഉണ്ടാവില്ല. അതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടുന്ന് എടുത്തു പോകുമ്പോൾ ഒന്നും കൂടെ നോക്കുക സൗണ്ട്. ഇപ്പോൾ ഇതുള്ളത് ആക്ച്വലി സ്പോർട്ട് മോഡലാണ്. നോർമൽ സ്പോർട്ട് മോഡിൽ നമുക്ക് ഈ ഒരു സൗണ്ട് കിട്ടും. നമുക്ക് മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ അത് കിട്ടും. ഇത് നോർമലിൽ ത്രോട്ടിലാണ്. സൗണ്ട് ഇത്ര തന്നെ ആണെങ്കിലും ആ ഒരു ത്രോട്ടിൽ ഡിഫറൻസ് ശരിക്കും സ്പോർട്ടിൽ നമ്മൾ ഹയർ ലെവലിൽ പോകുന്നവർ വരുന്നുണ്ട്. പിന്നെ ലെവൽ ലിമിറ്ററും ഉണ്ട്. ഇവിടെ നമുക്ക് അത്ര പറ്റുന്ന സ്ഥലമല്ല, എന്നാലും ദിസ് ഈസ് വെരി എക്സൈറ്റിംഗ്. ഇവിടെ സ്പീഡ് ലിമിറ്റ് ഉള്ള ഏരിയ ആണ്, അതും 60-ഉം 30-എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്ലോ ഡൗൺ ചെയ്യണം. എനിവേ, ഈ കാറ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു സ്പോർട്ട് ഡിവിഷനാണ്. ആ സ്പോർട്ട് ഡിവിഷനിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു അയോണിക് ഫാൻ എങ്ങനെ മാറ്റിയെടുക്കുന്നുള്ളത് ശരിക്കും അറിയാൻ പറ്റി ഇന്നത്തെ ട്രയൽ. ഇവിടെ ഇപ്പോൾ നേരത്തെ ഇടാവുന്ന സമയമാണ്, നേരത്തെ രാത്രിയോ, അതുകൊണ്ട് ലൈറ്റ് വളരെ കുറവാണ്. കാര്യങ്ങൾ ഞാൻ പറയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ സസ്പെൻഷൻ അമേസിങ് ആണ്. ശരിക്കും ഭയങ്കരമായിട്ട് ആ സസ്പെൻഷൻ, ഞാനല്ല കേട്ടോ, പുറത്തുള്ള ബസ്സാണ്. സസ്പെൻഷൻ ഭയങ്കര സ്റ്റിഫായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഹാർഡാണ്. നമുക്ക് ഇങ്ങനത്തെ ചെറിയ ഒരു കയറ്റവർക്കെല്ലാം അറിയുന്നുണ്ട്. ഈ പറഞ്ഞ ചെറിയ ഇപ്പോൾ അതൊരു മാനുവലിൻ്റെ ഇതെല്ലാം അറിയുന്നുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ ഒരു സ്പോർട്സ് ക്ലാസ്സിൽ പോർഷെ മുതൽ പോർഷെ വരെയുള്ള കാറുകളിൽ കിട്ടുന്നൊരു ഫീലുണ്ട്. ആ ഫീലാണ് നമുക്കിതിൽ കിട്ടുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ള മെയിൻ കാര്യം. അതുകൊണ്ട് തന്നെ സ്റ്റിഫാണ്, അതുകൊണ്ട് നല്ല കൺട്രോൾ ഉണ്ട്. സ്റ്റിയറിങ്ങും കുറച്ച് റെസ്പോൺസ് കൂട്ടിയിട്ടുണ്ട്. ശരിക്കും നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നത്. ഇപ്പം ഞാനിവിടെ എത്തുന്ന തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന റോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ട്വിസ്റ്റി ആയിട്ടുള്ള റോഡായിരുന്നു. അപ്പോൾ ആ സമയത്തെല്ലാം നമ്മൾ അങ്ങോട്ട് കൂടുതൽ ഓടിച്ച സമയത്ത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റി. പക്ഷേ നമുക്ക് ഇപ്പോഴും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ഉണ്ട്, നമ്മുടെ കൂടെ ഉള്ളത് എൻ്റെ കൂടെ ഷാപ്പൂറാണ് ഓട്ടോക്കാരൻ. അപ്പോൾ നമ്മൾ രണ്ടുപേരും പുഷ് ചെയ്യുമ്പോൾ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. ഞാനാണെങ്കിൽ അപ്പുറം ഇരുന്നിട്ട് അറിയുന്നുണ്ട്, ഓടിക്കുമ്പോഴും അറിയുന്നുണ്ട്. ഈ സമയത്തെല്ലാം അറിയാൻ പറ്റും. മെയിൻ കാര്യം എൻ ഡിവിഷനിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. നാമ്യാങ്ങിൽ പോയപ്പോൾ വണ്ടി എങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അതാണ് മെയിനായിട്ടുള്ളൊരു എലമെൻറ്റ്. ഇത് നമുക്ക് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിപ്പോയത് നമുക്കൊരു ട്രാക്കിലോ അല്ലെങ്കിൽ സ്പീഡ് ലിമിറ്റ് ഇല്ലാത്ത സ്ഥലത്തെല്ലാം ഓടിക്കാൻ കിട്ടി. എല്ലാ ലിമിറ്റ്സ് ഉള്ള സ്ഥലത്തൊന്നും ഓടിക്കാൻ കിട്ടില്ല. ഇന്നിപ്പോൾ ലൈറ്റിൻ്റെ ലിമിറ്റും വന്നു. പക്ഷേ ഇത് ഇന്ത്യയിൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വരുമ്പോൾ നമുക്കിത് ശരിക്കും ഓടിച്ച് ശരിക്കും എൻജോയ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് ഇത് ഫുള്ള് അറിയാൻ പറ്റും. എനിവേ, ഹ്യുണ്ടായിനെ പോലൊരു ബ്രാൻഡ് നമുക്കറിയാം, ഒരു വേൾഡ് ക്ലാസ് ബ്രാൻഡ് ആയി മാറിയിട്ടുണ്ട് ഹ്യുണ്ടായി. അപ്പോൾ ആ ഒരു വേൾഡ് ക്ലാസ്നെസ് അവരുടെ ജെനിസിസിൽ ലക്ഷറി കാണിക്കുന്നുണ്ട്. ഹ്യുണ്ടായിലും കിയയിലും ആ ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ സാധാരണ കാറുകൾ കാണിച്ചു. എൻ എന്ന ഡിവിഷന് ഒരു AMG പോലെ, M പോലെ, അല്ലെങ്കിൽ RS പോലെ, ഇനി അതല്ല സാധാരണ നമ്മൾ പോർഷെ എല്ലാം പോലെയുള്ള രീതിയിലേക്കുള്ളൊരു മാറ്റമാണ് ഹ്യുണ്ടായി കൊണ്ടുവരുന്നത്. അതിനുള്ള R&D ചെയ്യുന്നുണ്ട്. അതിനൊക്കെയുള്ള അവരുടെ മോട്ടോർ സ്പോർട്ട് അവരുടെ എന്താ പറയുക ഇൻപുട്സും കിട്ടുന്നുണ്ട്. അതിനെല്ലാം കൂടെ എടുത്ത് വരുമ്പം അവർ ശരിക്കും ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു ബ്രാൻഡ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഒരു പ്രോമിസിങ് പെർഫോമൻസ് ബ്രാൻഡ് ആയ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇനി ഇലക്ട്രിക്കിലേക്കാണ് എല്ലാം മൂവ് ചെയ്യുന്നത്. ഇവർ ഹൈഡ്രജനും നോക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ. അതിലേക്കെല്ലാം വരുമ്പോൾ അവിടെ ഒരു ഫൺ എലമെന്റ് കിട്ടും എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ്സ് എ മൈൻഡ് ബ്ലോയിങ് ജോബ് വാട്ട് ഐ ഡിഡ്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് സാധാരണ മോഡിൽ ഓടിക്കാം, ക്വയറ്റ് ആയിട്ടിൽ ഓടിക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കാർ പോലെയുള്ളത്. പക്ഷെ ഇങ്ങനെ ഓടിക്കുമ്പോൾ നമ്മളെപ്പോലത്തെ ഭ്രാന്തന്മാർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ.